ജോ ലൈൻ. നമ്മളെല്ലാവരും ഒരു പ്രായം വരെ ഈ ജോ ലൈൻ കിട്ടാൻ നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് തൊട്ടെങ്കിലും മിനിമം നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കാണും എങ്ങനെ ജോ ലൈൻ കിട്ടാമെന്ന്. നമ്മളീ പലർക്കും ദൈവം സഹായിച്ച് ചിലപ്പോൾ നല്ല ഫേസ് ഷേപ്പ് ഉള്ളത് കൊണ്ട് ജോ ലൈൻ നാച്ചുറലി കാണും, ചിലർ മെലിഞ്ഞിരുന്നുകൊണ്ട് ജോ ലൈൻ കാണും. പക്ഷെ ഈ ഡബിൾ ചിന്നും കൂടി ഉള്ളവർ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യും. പിന്നെ ആൺകുട്ടികൾ ഒരു പ്രായം കഴിയുമ്പോൾ താടിയൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സെലിബ്രിറ്റീസ് കാണിക്കുന്ന പോലെ താടി കുറച്ച് വെച്ച് ജോ ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും. പക്ഷെ പെൺപിള്ളേരുടെ കാര്യത്തിൽ അവിടെയും ശോകമാണ്. സോ ജോ ലൈൻ വരുത്താൻ നമുക്ക് ഒരുപാട് എക്സസൈസ് ഓൺലൈനിൽ കാണാൻ പറ്റും. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ജോയിന്റ് ആണ്. നിങ്ങൾ ഏതൊരു ഡോക്ടറിനെ കണ്ടാലും ഡോക്ടർ പറഞ്ഞു തരും ഈ ജോയിന്റിനെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്താൽ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ TMJ ആർത്രൈറ്റിസിന്റെ എന്തെങ്കിലും തുടക്കമായിരിക്കും, നിങ്ങൾ ഇതിനെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ വേദന കാണാം, പിന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് സഫർ ചെയ്യേണ്ടി വരും. സോ ജോ കേടാക്കുന്ന ഒരു പരിപാടി